നമ്മൾ ഇന്നിപ്പോ ഒരു കേക്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ കേക്ക് ആണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇത് ഇന്ന് പ്ലാൻ ചെയ്തിരുന്ന റെസിപ്പി അല്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമന്റ് വന്നിരുന്നു, ചേച്ചി 12-ാം തീയതി ഞങ്ങളുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്, അപ്പൊ ചേച്ചി ഒന്ന് വിഷ് ചെയ്യുമോന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കമന്റ് വന്നിരുന്നു. അപ്പോൾ കമന്റ് ചെയ്തത് വേറെ ആരല്ല, നമ്മുടെ ലിജിതയാണ്. അപ്പൊ ലിജിതയുടെയും രാജീവിന്റെയും 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. ഈ രാജീവല്ല. അപ്പൊ ലിജിത എന്ന് പറഞ്ഞാല് നമ്മുടെ എല്ലാ വീഡിയോകളിലും എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ വീഡിയോയിലും ലിജിതയുടെ കമന്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ലിജിതയ്ക്കും രാജീവിനും ഇതുപോലെ തന്നെ ഒരുപാട് വർഷം നിങ്ങൾ സുഖമായി സന്തോഷമായിട്ട് ദീർഘകാലം സുഖമായി ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ലിജിതയ്ക്ക് ഒരു മോനുണ്ട്, മോനെ പ്രത്യേകം അന്വേഷിച്ചതായിട്ട് പറയാ. അപ്പൊ ലിജിത ഈ ഒരു കമന്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോ ഈ ഒരു കേക്കിന്റെ റെസിപ്പി പ്ലാൻ ചെയ്തത്. എന്തായാലും നേരിട്ട് വന്ന് വിഷ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഒരു മധുരമാവട്ടെ ഇന്നത്തെ വിഭവം എന്ന് വിചാരിച്ചു. അപ്പോ ഞാൻ ഈ ഒരു റെസിപ്പി പിന്നീട് ഒരു ദിവസത്തേക്ക് അടുത്ത മാസം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന റെസിപ്പി ആയിരുന്നു. അപ്പോൾ ലിജിതയ്ക്കും രാജീവിനും സ്പെഷ്യലായിട്ട് നമ്മുടെ മാർബിൾ കേക്ക്. പിന്നെ മാർബിൾ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും, ബേസിക് ആയിട്ടുള്ള കേക്ക് റെസിപ്പീസിൽ ഒന്നാണ്. ഇതിനു മുന്നേ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പോഞ്ച് കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഈസി ആയിട്ട് ഓവൻ വേണ്ട, കുക്കർ വേണ്ട, ബീറ്റർ വേണ്ട, അങ്ങനെയൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പി. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാം. അതുപോലെ തന്നെ once again ലിജിത ആൻഡ് രാജീവ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാർബിൾ കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, വാനില എസൻസ്, അതുപോലെ തന്നെ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, മുട്ട, പാല്, മൈദപ്പൊടി വേണം, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡ വേണം, കുറച്ച് ഉപ്പും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് ആദ്യമേ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ടുണ്ട്. ഈ അരിപ്പയിലേക്ക് ആദ്യമേ തന്നെ മൈദപ്പൊടി, ഇത് 1.5 കപ്പ് മൈദപ്പൊടിയാണ്. ഈ മൈദപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ ഉപ്പും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മൈദപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഇത് 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് മിക്സ് ആയി കിട്ടും. അപ്പോൾ നിങ്ങൾ ബ്ലെൻഡർ അല്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്തിട്ടാണ് ഈ കേക്ക് മിക്സ് റെഡിയാക്കുന്നതെങ്കിൽ 2-3 പ്രാവശ്യം അരിക്കണമെന്നില്ല, 1 പ്രാവശ്യം അരിച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ മിക്സിയിലാണിത് കേക്കിൻ്റെ മിക്സ് റെഡിയാക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ പൊടി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ മിക്സിയുടെ വലിയ ജാർ എടുക്കുക. ഇതിലേക്ക് ആദ്യമേ തന്നെ പഞ്ചസാര, ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 3/4 കപ്പ് പൗഡേർഡ് ഷുഗർ എടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് തൈര് ചേർത്തിട്ട് ചെയ്യാം മുട്ടയ്ക്ക് പകരമായിട്ട്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒന്നുകൂടി മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത മുട്ടയും പഞ്ചസാരയും ചേർന്ന മിക്സ് ഞാനിപ്പോൾ ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബ്ലെൻഡർ ഉപയോഗിച്ച് അടിച്ചെടുക്കുന്ന അത്രയും സോഫ്റ്റായിട്ട് പതഞ്ഞ് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് മിക്സിക്ക് പകരമായിട്ട് ഇതുപോലൊരു ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അടിച്ച് പതപ്പിച്ചെടുക്കാം. ഞാൻ ഈ എല്ലാ രീതികളും കാണിച്ചു തരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതി ഫോളോ ചെയ്യാം. ഇതാവുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. ഹാൻഡ് ബ്ലെൻഡർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ,
ഇതിലേക്ക് നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലിൽ ചെയ്യുന്നേ ഉള്ളൂ. എല്ലാവരും വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നത് വെജിറ്റബിൾ ഓയിലാണല്ലോ, അതുകൊണ്ടാണ് വെജിറ്റബിൾ ഓയിലിൽ ചെയ്യുന്നത്. നമുക്ക് ഈ ഓയിലും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിച്ചു വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, ഇത് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുന്നത്. ഈ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയിരിക്കുന്ന പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ ബാക്കി പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പൊടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിലും നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ പാല് ചേർക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഒന്നുകൂടി ലൂസ് ആവാനായിട്ട് ഞാൻ കുറച്ചുകൂടി പാല് ചേർക്കാൻ പോവാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട് ഈ മിക്സിലേക്ക്. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ അളവുകളെല്ലാം പറയുമ്പോഴും നിങ്ങളിതെല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് എല്ലാം മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ മാത്രമേ ഒരുമിച്ച് ചേർത്താൽ പെർഫെക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കൊക്കോ പൗഡർ ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ പകുതിയിലാണ് നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നത്. പകുതി മാറ്റി വയ്ക്കണം. ഞാനിത് വേറൊരു ബൗളിലേക്ക് പകുതി പോർഷൻ എടുത്ത് മാറ്റാൻ പോവാണ്. മാർബിൾ കേക്ക് ആകുമ്പോൾ 2 കളർ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഹാഫ് പോർഷൻ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹാഫ് പോർഷനിലേക്ക് കൊക്കോ പൗഡർ ചേർക്കാൻ പോവാണ്. കൊക്കോ പൗഡർ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കൊക്കോ ഫ്ലേവർ അധികം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇനി നമുക്കിത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പാല് ചേർക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സ് ഒന്ന് കുറച്ച് തിക്കാവും. അപ്പോൾ ആ തിക്നെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും പാല് ചേർക്കാൻ പോകുന്നത്. കണ്ടോ, ഇപ്പോൾ കുറച്ച് തിക്കായി വന്നു. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി പാല് ചേർക്കാണ്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മധുരം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇരുമ്പിൻ്റെ ദോശക്കല്ല് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിൽ ഈ പാനിൻ്റെ എല്ലാ സൈഡിലും അപ്ലൈ ചെയ്യാൻ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചേക്കാണ്, ലോ ഫ്ലെയിമിൽ. ഈ പാൻ ഒന്ന് ചെറുതായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ദോശക്കല്ലിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പാൻ വയ്ക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓവൻ ഇല്ലാതെ തന്നെ ഈ പാനിൽ കുക്ക് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കുക്കറിൽ ചെയ്യാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ കേക്ക് ഉണ്ടാക്കാം. പാൻ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ഏറ്റവും ചെറിയ ബർണറിലാണ് ഈ ദോശക്കല്ല് വെച്ചിരിക്കുന്നത് ചൂടാക്കാനായിട്ട്. നമ്മൾ ഫുൾ കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്. ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഇപ്പോൾ പാൻ ചെറുതായിട്ട് ചൂടായി തുടങ്ങി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ ദോശക്കല്ലിൻ്റെ ചൂട് ഉണ്ടായിക്കോളും. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചോക്ലേറ്റ് ചേർക്കാത്ത മിക്സാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് മിക്സ് ഒഴിക്കുക. എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക. വീണ്ടും നമ്മുടെ ചോക്ലേറ്റ് ഇല്ലാത്ത മിക്സ്. ഇത് ഓരോ ലെയർ സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ ആദ്യം ഒഴിച്ച ലെയറിൻ്റെ നടുഭാഗത്തായിട്ട് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ചോക്ലേറ്റ്. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്രയേ ഉള്ളൂ ഇതിലുള്ള കാര്യം. അപ്പോൾ അത് തനിയെ സ്പ്രെഡായി വന്നോളൂ. നമ്മൾ ഒഴിക്കുന്ന മിക്സ് കറക്റ്റായിട്ട് സ്പ്രെഡായി വന്നോളൂ. നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ എല്ലാ ലെയേഴ്സും ഒഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒരു സ്ക്യൂവർ യൂസ് ചെയ്തിട്ട് മാർബിൾ കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. അപ്പോൾ നമ്മൾ പാനിൻ്റെ അടിഭാഗം ചേർത്ത് വരച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോഴേ കറക്റ്റായിട്ട് എല്ലാ ലെയറിലും കേക്ക് പൊങ്ങി വന്നു കഴിയുമ്പോൾ ആ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തട്ടുന്നത്. ഇതുപോലെ ഒന്ന് പതുക്കെ തട്ടുക. അപ്പോൾ ഞാൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ്, അതായത് തട്ടിക്കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ചു വയ്ക്കുകയാണ്. നമ്മളിതുപോലെ കുറച്ച് ടൈറ്റായിട്ട് അടഞ്ഞിരിക്കുന്ന ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഈ ഫ്ലെയിം കുറയ്ക്കും. നമ്മുടെ ദോശക്കല്ല് വീണ്ടും ചൂടായി, പാനും ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ് 1 മിനിറ്റത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് ആയി. നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഇനി ലോ ഫ്ലെയിമിലിരുന്ന് കേക്ക് കുക്കായി പൊങ്ങി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങി തുടങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 8 മിനിറ്റ് കഴിഞ്ഞു. 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് തുറക്കരുത്. അപ്പോൾ നമ്മളൊരു 25 മിനിറ്റ് ആകുമ്പോൾ തുറന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു സ്ക്യൂവർ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുക. സ്ക്യൂവറിൽ ഒട്ടും തന്നെ പിടിക്കുന്നില്ല ബാറ്റർ എങ്കിൽ കേക്ക് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായി വരട്ടെ. നമ്മുടെ കേക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഒന്ന് തുറന്ന് നോക്കാൻ പോവാണ്. പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കുത്തി നോക്കുക കുക്കായിട്ടുണ്ടോയെന്ന്. കുക്കായി കഴിഞ്ഞു. നമ്മുടെ സ്ക്യൂവറിലൊന്നും പിടിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലേക്കാണ് നമ്മുടെ കേക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാനിൻ്റെ മുകളിലേക്ക് ഈ പ്ലേറ്റ് വെച്ചതിന് ശേഷം നേരെ മറിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, അടിഭാഗം ഒന്നും കരിയാതെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചു വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, മാർബിളിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒഴിക്കുന്ന ലെയറുകൾ അനുസരിച്ച്, എത്ര വലിയ പാനാണോ നമ്മൾ എടുക്കുന്നത് അതനുസരിച്ച് ലെയറുകൾ ഈ ഒരു ഡിസൈൻ വന്നുകൊണ്ടിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എന്തായാലും ഈ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ഈസി ആയിട്ട് ദോശക്കല്ലിൻ്റെ മുകളിൽ പാൻ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കും. ഇപ്പോൾ ഇരുമ്പിൻ്റെ ദോശക്കല്ല് തന്നെ ആണെന്നില്ല, നമ്മുടെ ചപ്പാത്തി പാനോ ഏതെങ്കിലും ഒരു പാനിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.